ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ സുമിത്രയും ബാലുവും പറഞ്ഞതിനനുസരിച്ച് ക്ലീറ്റസ് ലാലുയോട് പറയാണ്, മമ്മി നമുക്ക് ഇവിടുന്ന് എത്രയും പെട്ടെന്ന് മാറി താമസിക്കണം, അല്ലെങ്കിൽ ഇവർ നമ്മളെ കൊല്ലും, അല്ലാന്നുണ്ടെങ്കിൽ ആ കൃഷി നമ്മളെ കൊല്ലും, അത് ഉറപ്പാ എന്ന് പറഞ്ഞിട്ട് ക്ലീറ്റസ് പോവുകയാണ്. അതിനുശേഷം കൃഷി പറഞ്ഞതിനനുസരിച്ചിട്ട് വരുണും പോലീസ് അനിരുദ്ധ് സാറും കൂടിയിട്ട് കൃഷിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് കൃഷി എത്തുന്നത്. കൃഷിനെ കാണുമ്പോൾ തന്നെ വരുണിന് ഒരു പേടിയൊക്കെ തോന്നുന്നുണ്ട്. എങ്കിലും പോലീസ് ഉള്ളത് കൊണ്ട് കൃഷിന് മുന്നിൽ വരുൺ പിടിച്ചു നിൽക്കുകയാണ്. അതിനുശേഷം കൃഷി വരുണിനോട് പറയുകയാണ്, പിന്നെയുണ്ടല്ലോ വരുൺ, നിന്നെ ഇവിടെ വരുത്താൻ എനിക്ക് നിന്നോട് കുറച്ച് ഹാർഷായിട്ട് സംസാരിക്കേണ്ടി വന്നു, അത് നീ അങ്ങ് മറന്നേക്ക് എന്ന് കൃഷി വരുണിനോട് പറയാണ്. അപ്പോൾ വരുൺ കൃഷിനോട് ചോദിക്കുകയാണ്, ദേ ഈ നിൽക്കുന്നത് ആരാന്ന് നിനക്ക് മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോൾ കൃഷി പറയാണ്, മനസ്സിലായില്ല, ഇതാരാ, നിന്റെ ബന്ധുവും മറ്റും ആണോ? എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് ഇയാളുടെ മുഖമാണ് ആലോചിക്കുന്നത്, പിന്നെ എനിക്ക് ചിരി അടക്കാൻ പറ്റില്ല. പിന്നെ അന്ന് കണ്ണമ്മ പോലീസിൻ്റെ കൂടെ കണ്ടല്ലോ, അന്ന് കണ്ണമ്മ പോലീസിന്റെ ബാക്കിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അന്ന് അവിടെ മുള്ളിയില്ലാന്നേ ഉള്ളൂ. അത്രയ്ക്കും പേടിയോടെയാണ് ഇയാൾ നിന്നിരുന്നത്. ഇയാളെ എന്തായാലും നീ കൂടെ കൊണ്ട് നടക്കരുത് കേട്ടോ വരുൺ, നാട്ടുകാർ നിന്നെ നോക്കി ചിരിക്കും എന്ന് കൃഷി പറയുമ്പോൾ അനിരുദ്ധ് സാറിന് ദേഷ്യം വരുന്നുണ്ട്. അനിരുദ്ധ് സാർ ഡാ എന്ന് വിളിക്കുമ്പോൾ കൃഷി പറയുകയാണ് അനിരുദ്ധ് സാറിനോട്, ഒരു മിനിറ്റ്, നിങ്ങളൊന്ന് കുറച്ച് നേരത്തേക്ക് മിണ്ടാതിരിക്കണം, എനിക്ക് വരുണുമായിട്ടൊരു ഡീലുണ്ട്, അതൊന്ന് തീർത്തോട്ടെ എന്ന് പറയാണ്. എന്നിട്ട് കൃഷി വരുണിനോട് പറയുകയാണ്, ഡാ വരുണെ, നീ എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞിട്ട് കൃഷി വരുണിൻ്റെ തോളിൽ കയ്യുമിട്ട് അവനെ വിളിച്ചു കൊണ്ടുപോയിട്ട് പറയാണ്, ഇത് നമ്മുടെ അവസാനത്തെ കൂടിക്കാഴ്ചയായിരിക്കും. ഇനിയൊരു മീറ്റിങ്ങിന് എനിക്ക് ഒട്ടും തന്നെ താല്പര്യമില്ല. ഇനി അഥവാ നമ്മൾ തമ്മിൽ മീറ്റ് ചെയ്യേണ്ടി വന്നാൽ അത് നിന്റെ അവസാനിപ്പിക്കാനുള്ള കൂടിക്കാഴ്ചയായിരിക്കും. അതെ, കൺമണി എൻ്റെ പെണ്ണാണ്, എൻ്റെ പെണ്ണ്, ഞാൻ താലി കെട്ടിയ പെണ്ണ്. ആ താലി ഞാൻ നിനക്ക് കാണിച്ചു തന്നിട്ടുമുണ്ട്. അത് കണ്ടിട്ടും നീ ചൊറിയാൻ വന്നിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നിനക്ക് കൊണ്ടു മതിയായിട്ടില്ലെന്നാണ്. എനിക്കാണെങ്കിൽ ഒരുപാട് ജോലി തിരക്കുള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് നിന്നെ തല്ലാൻ പറ്റില്ല. അതുകൊണ്ട് ഇനി വന്നാൽ നിന്നെ ഞാൻ ഒറ്റയടിക്ക് തീർക്കും. പിന്നെ ന്യായമായ ഒരു കാര്യം ഞാൻ പറയാം, നിന്നെയും പറ്റിച്ച് കൺമണിയുടെ ഏട്ടത്തി കുറെ സ്വർണവും പണവും വാങ്ങിച്ചിട്ടുണ്ട്. ആ കടം എന്തായാലും കൺമണി തീർക്കേണ്ടതല്ല. എങ്കിലും പോട്ടെ, ഈ കൺമണിയുടെ പിന്നാലെ കുറെ കാലം നടന്നതല്ലേ, അതിന്റെ മെനക്കേട് കൂലിയായിട്ട് ഞാനത് നിനക്ക് തിരിച്ചു തരാം. കൺമണിയുടെ കാര്യത്തിൽ നിനക്ക് എത്ര രൂപ ചെലവായിട്ടുണ്ടോ, ഹോസ്പിറ്റൽ ആവശ്യം അടക്കം ഞാൻ നിനക്ക് സെറ്റിൽ ചെയ്ത് തരാം. അതും വാങ്ങിച്ച് നീ സ്ഥലം വിട്ടോളണം. അതല്ല കല്യാണം കളവാണമെന്നൊക്കെ പറഞ്ഞ് തിങ്കളാഴ്ച ദിവസം അവളുടെ വീട്ടിന്റെ പരിസരത്തെങ്ങാനും നീ വന്നാൽ പൊന്നു മോനെ, പിന്നെ പറഞ്ഞല്ലോ, തീർക്കും നിന്നെ ഞാൻ. പിന്നെ നാട്ടുകാര് മരിപ്പിനുള്ള ചായയും വടയും കഴിക്കുന്ന സീനായിരിക്കും നിന്റെ വീട്ടിൽ നടക്കുന്നത്. കൺമണിക്ക് വേണ്ടി ചാകാൻ നടക്കുന്ന എനിക്ക് ആരെ കൊല്ലാനും ഒരു പേടിയുമില്ല. എന്തായാലും നീയൊന്ന് മനസ്സിരുത്തി ആലോചിക്കേ, തടി കേടാതെ ചെലവായ ക്യാഷും വാങ്ങിച്ചിട്ട് ഇതിൽ നിന്ന് പിന്മാറണോ? എന്തായാലും അതിന് പിന്മാറാനുള്ള ഒരു വമ്പൻ അവസരമാണ് നിനക്ക് ലഭിച്ചിരിക്കുന്നത്. തലയ്ക്കകത്ത് ഇനിയെങ്കിലും കുറച്ച് ചോറോ കറിയോ ബാക്കിയുണ്ടെങ്കിൽ നീ ഈ ഓഫർ എന്തായാലും സ്വീകരിക്കും. പിന്നെ എൻ്റെ പൊന്നു മോനെ വരുണെ, ചിലപ്പോൾ ചില വൃത്തികെട്ട ഉപദേശകര് നിന്നോട് പറയും, വരുണെ നീ വിട്ടുകൊടുക്കരുത്, ഞാനും കൂടെയുണ്ട്, കട്ടയ്ക്ക് തന്നെ നിന്റെ കൂടെ ഉണ്ടാവും എന്നൊക്കെ പറയും. പക്ഷെ നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, അന്ന് എൻ്റെ തല്ലിൽ നിന്റെ ഈ ആദ്യത്തെ പല്ല് തന്നെ അടിച്ചു തെറിപ്പിക്കും ഞാൻ. ഉപദേശകര് അവരുടെ വഴിക്ക് പോവുകയും ചെയ്യും. പിന്നെ എൻ്റെ അടി ഫുള്ളും വാങ്ങിക്കൂട്ടുന്നത് നീയായിരിക്കും എന്ന് കൃഷി പറയുമ്പോൾ അനിരുദ്ധ് സാറ് പറയാണ്, മതിയടാ, നീയൊന്ന് നിർത്ത്, വധഭീഷണിക്ക് വേണമെങ്കിൽ എനിക്ക് ഇപ്പോൾ തന്നെ നിന്നെ അറസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറയുമ്പോൾ കൃഷി വളരെ ലാഘവത്തോടെ ചോദിക്കുകയാണ് അനിരുദ്ധ് സാറിനോട്, ഓ അപ്പോൾ സാറ് എപ്പോഴും വിലങ്ങൊക്കെ ആയിട്ടാണോ നടക്കാറ്? എന്നാൽ ഇപ്പം തന്നെ എന്നെ അങ്ങോട്ട് അറസ്റ്റ് ചെയ്തേക്കേ എന്ന് പറഞ്ഞിട്ട് വീണ്ടും കൃഷി പറയുകയാണ്, മര്യാദയ്ക്ക് തൊപ്പി നേരെ വെക്കാൻ പഠിക്കുക തലയിൽ, എന്നിട്ട് മതി അറസ്റ്റ് ചെയ്യാനൊക്കെ. ഈ വരുൺ വല്ല എല്ലും കഷ്ണം തന്നിട്ടുണ്ടെങ്കിൽ അതും കഴിച്ചേച്ച് അവന്റെ മുന്നിൽ വാലാട്ടി നിന്നോ, എന്റെ മുന്നിൽ കുറച്ച് ചാടാൻ വന്നാലേ ബെൽറ്റിട്ട് കെട്ടി പൂട്ടിക്കെട്ടും ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് കൃഷി പോവുകയാണ്. അപ്പോൾ വരുൺ അനിരുദ്ധ് സാറിനോട് പറയാണ്, സാറിനെ പട്ടി എന്നാണ് അവൻ വിളിച്ചത് എന്ന് പറയുമ്പോൾ അനിരുദ്ധ് സാറ് കൃഷിനെ, ഡാ നീ എന്താ എന്നെ വിളിച്ചത് എന്ന് ചോദിക്കുമ്പോൾ കൃഷി പറയാണ്, അതാണല്ലോ ഇപ്പൊ അവൻ പറഞ്ഞു തന്നത്, അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് എന്ന്
കൃഷ് പറയുമ്പോൾ അനിരുദ്ധ് സാറ് പറയാണ് നിന്നെ ഞാൻ തീർക്കുമെടാ എന്ന്. അപ്പോൾ കൃഷ് പറയാണ് നീ എൻ്റെ ദേഹത്തൊന്ന് തൊട്ടു നോക്ക്, അതിനുശേഷം എന്താ സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. പിന്നെ നിന്റെ സഹപ്രവർത്തകർക്ക് ആകാശത്തേക്ക് വെടിവെക്കേണ്ടി വരും, നിനക്ക് നല്ല യാത്രയയപ്പും തരും, അത് നടക്കും എന്ന് കൃഷ് അനിരുദ്ധ് സാറിന് താക്കീത് കൊടുക്കുകയാണ്. അപ്പോൾ വരുൺ പറയാണ് കൺമണിയെ അങ്ങനെയൊന്നും വിട്ടുതരാൻ പറ്റില്ല, അവളുമായിട്ട് എൻ്റെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞതാണ് എന്ന് പറയുമ്പോൾ കൃഷ് വരുണിനോട് പറയാണ് അവളെ ഞാൻ താലി കെട്ടിയതാണ്, ദൈവം നിശ്ചയിച്ചതാണ് എനിക്ക് അവളെ. ഞാൻ പറഞ്ഞതെല്ലാം നിനക്ക് വ്യക്തമായല്ലോ, നീ എന്തായാലും ആലോചിക്കേ, നിനക്ക് എത്രയാണോ ചിലവായത് ആ തുക ഫുള്ളും ഞാൻ നിനക്ക് തരാം, അതോടെ നമുക്ക് നിന്റെ അക്കൗണ്ട് ക്ലോസ് ചെയ്യാം, അല്ലെങ്കിൽ നീയായിരിക്കും ക്ലോസ് ആവുന്നത് എന്ന് കൃഷ് വരുണിനോട് പറയുകയാണ്. വരുണിനാണെങ്കിൽ അപ്പോൾ ആകെ ദേഷ്യം വരുന്നുണ്ട്. ഇതും പറഞ്ഞുകൊണ്ട് കൃഷ് അനിരുദ്ധ് സാറിനെയും നോക്കിയിട്ട് പോവുകയാണ്. കൃഷ് പോയതിനു ശേഷം വരുൺ CIയോട് ചോദിക്കുകയാണ് സാറിന് അവനെ എന്തേലൊന്നും ചെയ്തുകൂടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ CI സാറ് പറയാണ് അത് പിന്നെ ഞാൻ പോലീസ് യൂണിഫോമിലല്ലല്ലോ, അതുകൊണ്ട് ഒന്നും അവനെ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ വരുൺ പറയാണ് ഇങ്ങനെയൊക്കെ വരുമ്പോൾ പോലീസ് യൂണിഫോം ഇട്ടിട്ട് വേണ്ടേ സാർ വരേണ്ടത്, അങ്ങനെയാണെങ്കിൽ അവൻ ഒന്ന് പേടിച്ചേനെ എന്ന് പറയുമ്പോൾ അനിരുദ്ധ് സാറ് വരുണിനോട് പറയാണ് വരുൺ ഒന്നും കൊണ്ടും പേടിക്കണ്ട, നീ മുന്നോട്ട് തന്നെ പോവ്, കൺമണിയെ ഇനി നീ വിവാഹം ചെയ്യണമെന്നത് എൻ്റെ കൂടി ഒരു വാശിയാണ്, അതുകൊണ്ട് എല്ലാത്തിനും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവും, നിൻ്റെ കൂടെ എല്ലാ പോലീസ് പ്രൊട്ടക്ഷനും ഉണ്ടാവും എന്ന് പറയുകയാണ് അനിരുദ്ധ് സാറ്. ഇത് കേൾക്കുന്ന വരുണിന് ആകെ സന്തോഷമാവുന്നുണ്ട്. അതിനുശേഷം വർക്ക് കഴിഞ്ഞ് അലിഗയിൽ നിന്ന് ഇറങ്ങി കൺമണി വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ അപ്പോൾ കൃഷ് കാത്തു നിൽക്കുന്നുണ്ടാവും കൺമണിയെ. കൺമണി പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കൃഷ് കൺമണി എന്ന് വിളിക്കുകയാണ്. അപ്പോൾ തന്നെ കൺമണി കൃഷിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് ചോദിക്കുന്നുണ്ട് സർ വരുണിനെ കണ്ടിരുന്നോ, ഇന്ന് വൈകുന്നേരം സർ വരുണിനെ കാണണമെന്ന് പറഞ്ഞിരുന്നു, അപ്പം തൊട്ടേ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, സാർ എന്തായി, സാർ അവനെ കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കൃഷി പറയാണ് ഞാൻ അവനെ കണ്ടു, കാണേണ്ട രീതിയിൽ തന്നെ കണ്ടു, പറയേണ്ട രീതിയിൽ തന്നെ പറഞ്ഞു, ഇനിയും അവൻ അത് അനുസരിച്ചില്ലെങ്കിൽ അവൻ കൊള്ളേണ്ട രീതിയിൽ തന്നെ കൊള്ളും എന്ന് കൃഷി പറയുമ്പോൾ കൺമണിക്ക് ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല. അപ്പോൾ കൺമണി കൃഷിനോട് പറയാണ് സാർ ഒന്ന് മനസ്സിലാവുന്ന രീതിയിൽ പറ, എന്താ ഉണ്ടായത് എന്ന് ചോദിക്കുമ്പോൾ കൃഷി പറയാണ് കൺമണി വരുൺ ഒരു ബുദ്ധിയുള്ളവനാണെങ്കിൽ തിങ്കളാഴ്ച കല്യാണ കുപ്പായവും അണിഞ്ഞ് ഇനി അവൻ വിവാഹത്തിന് എന്ന് പറഞ്ഞു വരില്ല, ഇനി അഥവാ വന്ന അന്ന് അവന്റെ അവസാനമായിരിക്കും, അവൻ ആ ഈർക്കലി CIയുമായിട്ടാണ് വന്നത്, അനിരുദ്ധ് പഴയ കണക്കും കൂട്ടി അവനോടും ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ കൺമണി കൃഷിനോട് ചോദിക്കുകയാണ് അപ്പോൾ സാറിന് ഉറപ്പാണോ വരുണ് തിങ്കളാഴ്ച കല്യാണത്തിന് വരില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ കൃഷി പറയുകയാണ് വരില്ല കൺമണി, അവന്റെ സ്വർണത്തിന്റെയും പണത്തിന്റെയും കണക്ക് ഞാൻ തീർത്തേക്കാമെന്ന് അവനോട് പറഞ്ഞിട്ടുണ്ട് എന്ന് കൃഷി പറയുന്നു. അയ്യോ സർ അത് പിന്നെ എന്ന് കൺമണി പറയുമ്പോൾ കൃഷി പറയാണ് കൺമണി അത് വിട്ടേക്ക്, അതങ്ങ് മറന്നേക്ക്, എന്തായാലും കൺമണി ഇപ്പോൾ വാ, ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടുപോയി വിടാം എന്ന് കൃഷി പറയുമ്പോൾ കൺമണി ചോദിക്കുന്നുണ്ട് അതെന്തിനാ സാർ, ഞാൻ പോയിക്കോളാം എന്ന് പറയാണ്. അപ്പോൾ കൃഷി പറയാണ് എനിക്ക് അവിടെ ഒരാളെ കാണാനുണ്ട് എന്ന് പറയുമ്പോൾ കൺമണി അത് ആരാണെന്ന് ചോദിക്കുന്നു. അപ്പോൾ കൃഷി നിന്റെ അച്ഛനെ ഒന്ന് കാണണം, ജസ്റ്റ് ഞാനൊരു പെണ്ണു ചോദിക്കാൻ കൂടിയാണ് നിന്റെ വീട്ടിലേക്ക് വരുന്നത് എന്ന് പറയുന്നു. ഇത് കേൾക്കുമ്പോൾ കൺമണിക്ക് പേടിയാവുന്നുണ്ട്. അപ്പോൾ കൺമണി അയ്യോ സാർ എന്ന് പറയുമ്പോൾ കൃഷി പറയാണ് പേടിക്കേണ്ട കൺമണി, ഞാനില്ല കൂടെ, നീ വാ എന്ന് പറഞ്ഞിട്ട് കൺമണിയെ വണ്ടിയിൽ കൊണ്ടുപോയി ഇരുത്തുകയാണ്. എന്നിട്ട് കൺമണിയും കൃഷിയും കൂടിയിട്ട് കൺമണിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. അതിനുശേഷം അമ്മായിമാര് വർക്ക് കഴിഞ്ഞിട്ട് ഒരു സിനിമയൊക്കെ കണ്ടിട്ട് വരികയാണ്. അപ്പോൾ മോഹൻലാലിനെ കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ അമ്മായിമാര് സംസാരിക്കുന്നുണ്ട്. അപ്പോഴാണ് അവിടെ വരുൺ അമ്മായിമാരെ കാത്തു നിൽക്കുന്നത്. വരുൺ എന്നിട്ട് അമ്മായിമാരോട് പറയുന്നുണ്ട് അമ്മായിമാരെ ഞാൻ നിങ്ങളെ കാത്തു നിൽക്കുകയായിരുന്നു, എനിക്ക് നിങ്ങളുടെ ഒരു സഹായം വേണം, എനിക്ക് വധഭീഷണി വരെ വന്നിരിക്കുകയാണ്, ആ കൃഷി എന്നെ കൺമണിയെ വിവാഹം ചെയ്താൽ കൊല്ലുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, അമ്മായിമാര് എന്നെ ഒന്ന് സഹായിക്കണം, ഇന്ന് തന്നെ കൺമണിയുടെ അച്ഛനോട് പോയിട്ട് അമ്മായിമാര് സംസാരിക്കണം, എന്നിട്ട് കൺമണിയുടെ അച്ഛനെ ഒന്ന് പേടിപ്പിക്കണം, ഈ കല്യാണം നടന്നില്ലെങ്കിൽ വരുൺ നമ്മളെ ഇവിടുന്ന് പുറത്താക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഇതെല്ലാം ഒന്ന് പറഞ്ഞിട്ട് അമ്മായിമാര് കൺമണിയുടെ അച്ഛനെ ഒന്ന് പേടിപ്പിച്ച് വെക്കണം, എങ്കിൽ മാത്രമേ ഈ കല്യാണം നടക്കുള്ളൂ, അമ്മായിമാര് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, അങ്ങനെ എൻ്റെയും കൺമണിയുടെയും വിവാഹം
കഴിഞ്ഞാൽ ധനലക്ഷ്മി ഏട്ടത്തിയുടെ കയ്യിലുള്ള 101 പവൻ ഞാൻ നിങ്ങൾക്ക് തരും എന്ന് പറയുകയാണ്. അപ്പോൾ അമ്മായിമാർ പറയാണ്, എന്തായാലും ഞങ്ങൾ ഈ കല്യാണത്തിന് വേണ്ടി പരിശ്രമിക്കും, കൺമണി നിനക്കുള്ളത് തന്നെ ആണെന്ന് പറയാണ്. അപ്പോൾ വരുൺ അമ്മായിമാരോട് പറയാണ്, സമാധാനമായി, എനിക്ക് ഇത് കേട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് വരുൺ പോവുകയാണ്. അതിനുശേഷം അമ്മായിമാർ 3 പേരും കൂടി തമ്മിൽ സംസാരിക്കുകയാണ്. വരുൺ കൺമണിയെ കെട്ടിയാൽ ക്രിഷ് സാറ് വരുണിനെ എന്തായാലും കൊല്ലും. ക്രിഷ് സാറിന് വരുണിനെ കൊല്ലാമെന്നുണ്ടെങ്കിൽ നമ്മളെ കൊല്ലാനാണോ ഇത്ര പാട്? അതുകൊണ്ട് നമുക്ക് എല്ലാം ഒന്ന് നോക്കിയും കണ്ടും ചെയ്താൽ മതി. കൺമണിയെ വരുണിനെ കിട്ടിയാൽ 101 പവൻ തരാമെന്നാണ് പറഞ്ഞത്. എന്നാൽ ക്രിഷ് സാറ് കൺമണിയെ കെട്ടിയാൽ നമുക്ക് സ്വർണ്ണ കനി തന്നെയായിരിക്കും കിട്ടുന്നത്. അതുകൊണ്ട് നമുക്ക് ആർക്കാണോ ജയം കിട്ടുന്നത് അവരുടെ കൂടെ നിൽക്കാം. ഇപ്പോൾ ആരോടും ഒന്നും നമ്മൾ അടുപ്പം കാണിക്കണ്ട എന്നൊക്കെ പറയുകയാണ് അമ്മായിമാര്. അതിനുശേഷം കൃഷും കൺമണിയും കൺമണിയുടെ വീട്ടിലെത്തുകയാണ്. കൺമണിക്കാണെങ്കിൽ പേടിയുണ്ട്, കാറിൽ നിന്നും ഇറങ്ങാൻ തന്നെ പേടിയാവുകയാണ്. ഇത് കാണുന്ന കൃഷ് കൺമണിയോട് പറയാണ്, ഇറങ്ങോടോ, താൻ പേടിക്കണ്ട, ഞാനുണ്ടല്ലോ കൂടെ, മേ ഹോന എന്ന് പറഞ്ഞിട്ട് അവര് വണ്ടിയിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പൊ തന്നെ ഗൂഗിള് കൃഷിനെയും കൺമണിയെയും കാണാൻ പുറത്തേക്ക് വരുന്നുണ്ട്. ഗൂഗിള് പെട്ടെന്ന് തന്നെ കൺമണിയോട് പോയിട്ട് കണ്ണുണ്ട്, എന്താണ് അപ്പേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ കൃഷ് ഗൂഗിളിനോട് ചോദിക്കുകയാണ്, ഗൂഗിളെ, നിന്റെ അച്ഛനുണ്ടല്ലോ അല്ലേ ഇവിടെ, ഞാനൊന്ന് കൺമണിയുടെ അച്ഛനെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോവാൻ നിൽക്കുമ്പോൾ ഗൂഗിള് കൃഷിനോട് ചോദിക്കുകയാണ്, എന്താ സാർ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കൃഷി പറയാണ്, അത് ഒരു പ്രശ്നമുണ്ട്, അതൊന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് കൃഷി പറയാണ്. അപ്പോഴേക്ക് ശ്രീനിവാസൻ പുറത്തേക്ക് വരികയാണ്. പെട്ടെന്ന് തന്നെ കൃഷി കൺമണിയുടെ അച്ഛനോട് പോയിട്ട് പറയുകയാണ്, കൺമണിയുടെ അച്ഛ, ഞാൻ കൃഷ്, അലിഗയിലെ MD ആണ്, എന്നെ അറിയാലോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ശ്രീനിവാസൻ കൃഷിനോട് പറയാണ്, പിന്നെന്താ മോനെ, എനിക്കറിയാം, എത്രയോ പ്രാവശ്യം മോനിവിടെ വന്നിരിക്കുന്നു, ഞാൻ സംസാരിച്ചിട്ടുമുണ്ടല്ലോ എന്ന് ശ്രീനിവാസൻ പറയാണ്. അപ്പോൾ കൃഷി ശ്രീനിവാസനോട് പറയുന്നുണ്ട്, അങ്കിളിനെ ഇന്ന് ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനാണ് കാണാൻ വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കൃഷി കൺമണിയെയും ചേർത്ത് പിടിച്ചുകൊണ്ട് പറയാണ്, ഞങ്ങളുടെ വിവാഹം കാര്യം സംസാരിക്കാനാണ് ഞാൻ വന്നത്. ഞാനും കൺമണിയും പരസ്പരം സ്നേഹിക്കുന്നുണ്ട് അങ്കിൾ. ഞങ്ങൾ സ്നേഹിച്ചത് പരസ്പരം സൗഹൃദത്തിനോ ഒന്നും വേണ്ടിയിട്ടല്ല, വിവാഹം കഴിച്ച് ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. കൺമണിയല്ലാതെ വേറൊരു പെൺകുട്ടിയും എൻ്റെ ജീവിതത്തിലേക്ക് വരില്ല, അത് ഉറപ്പാണ്. വരുണുമായിട്ട് എൻഗേജ്മെന്റ് കഴിഞ്ഞ കാര്യം, വിവാഹം തീരുമാനിച്ച കാര്യം ഒന്നും എനിക്ക് അറിയാഞ്ഞിട്ടല്ല. എനിക്കിഷ്ടമല്ലാതെ തന്നെ എൻ്റെ വീട്ടുകാര് വേറൊരു പെൺകുട്ടിയുമായിട്ട് എൻ്റെ വിവാഹവും തീരുമാനിച്ചിരിക്കുകയാണ്. പക്ഷേ കൺമണിക്ക് ഞാനും എനിക്ക് കൺമണിയും, അതിലൊരു മാറ്റവുമില്ല അങ്കിൾ. വരുണുമായിട്ട് നടക്കാൻ പോകുന്ന ഈ വിവാഹം ഒരു കുരുക്കാണെന്ന് എനിക്കറിയാം അങ്കിൾ. സാമ്പത്തിക കുരുക്ക് തന്നെ. ആ വലയെറിഞ്ഞത് കൺമണിയുടെ ഏട്ടത്തിയാണെന്നും എനിക്കറിയാം. അവര് പറയുന്നത് പോലെയാണ് ഈ വീട്ടിൽ എല്ലാം നടക്കുന്നതെന്നും എനിക്ക് അറിയാവുന്ന കാര്യമാണ്. കൺമണിയുടെയും കുടുംബത്തിനും എത്രയാണോ ബാധ്യത, അതിന് എത്ര കോടികളായാലും ഞാൻ തന്ന് തീർക്കും. അതുകൊണ്ട് തന്നെ കടത്തിനെ കുറിച്ചോ പണത്തിനെ കുറിച്ചോ അങ്കിള് ടെൻഷൻ അടിക്കേണ്ട. ക്യാഷ് തന്ന് കല്യാണം നടത്താൻ വേണ്ടിയിട്ടല്ല ഞാൻ ഇത്രയൊന്നും പറഞ്ഞത്. കൺമണിയുടെ പ്രശ്നങ്ങൾ എൻ്റെ പ്രശ്നങ്ങൾ കൂടി ആയതുകൊണ്ടാണ് ഞാൻ എല്ലാം പറഞ്ഞത്. അങ്കിളിന് ഇവിടെയുള്ള പരിമിതികൾ എല്ലാം എനിക്കറിയാം. കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഏട്ടത്തിയാണ്. ന്യായത്തിന് വേണ്ടി നിൽക്കുന്ന ആളാണ് അങ്കിൾ. അതുകൊണ്ട് അങ്കിള് ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ഞാൻ കൂടെ ഉണ്ടാവും. ആ വരുൺ വലിയൊരു അപകടകാരിയാണ്. ആ വരുണിന്റെ കയ്യിലേക്ക് അവനെ അങ്കിൾ എറിഞ്ഞു കൊടുക്കരുത്. ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. കാരണം ഞാൻ കൺമണിയെ ആർക്കും വിട്ടുകൊടുക്കില്ല. പിന്നെ ആണിന്റെ വീട്ടിൽ നിന്ന് പെണ്ണിന്റെ വീട്ടിൽ വന്നിട്ട് പെണ്ണ് ചോദിക്കുമ്പോഴാണല്ലോ അതിനൊരു ഉറപ്പ് വരുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ അങ്കിളിനെ കാണാൻ വന്നതും കൺമണിയെ പെണ്ണു ചോദിച്ചതും. എൻ്റെ അച്ഛനും അമ്മയും വന്ന് പെണ്ണു ചോദിക്കണം, അതെനിക്കറിയാം. അവർ വൈകാതെ തന്നെ വന്ന് പെണ്ണു ചോദിക്കും. അതുവരെ അങ്കിളൊന്ന് ക്ഷമയോടെ കാത്തിരിക്കണം. ഇത് എൻ്റെ അപേക്ഷയാണെന്നും പറഞ്ഞുകൊണ്ട് കൃഷ് ശ്രീനിവാസിന്റെ കൈകളിൽ പിടിക്കുകയാണ്. എന്നിട്ട് വളരെ സന്തോഷത്തോടെ കൃഷി കൺമണിയെ നോക്കിയിട്ട് പറയാണ്, ഞാൻ പെണ്ണു ചോദിച്ചിട്ടുണ്ട് കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് കൃഷി ഗോകുലിനോടും ശ്രീനിവാസനോടും ശരി എങ്കിൽ ഞാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് കൺമണിയെ നോക്കിയിട്ട് മേ ഹൂന എന്ന് പറഞ്ഞുകൊണ്ട് പോവുകയാണ്. കൺമണിക്കാണെങ്കിൽ അപ്പോൾ ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. കൺമണി കൃഷിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. കൃഷിയാണെങ്കിലും കൺമണിയെ തന്നെ നോക്കി നിൽക്കുകയാണ്. കൃഷി പോയതിനു ശേഷം ഗോകുൽ സന്തോഷം കൊണ്ട്
കൺമണിയെ വന്നിട്ട് അപ്പേ എന്ന് വിളിച്ച് കെട്ടിപ്പിടിക്കുന്നുണ്ട്. അതിനുശേഷം കൺമണി ശ്രീനിവാസിൻ്റെ അടുത്ത് വന്നിട്ട് അച്ഛ എന്ന് വിളിക്കുമ്പോൾ ശ്രീനിവാസന് ഒരുപാട് സന്തോഷം കൊണ്ട് കൺമണിയെ ചേർത്ത് പിടിക്കുകയാണ്. പിന്നീട് വരുണും ധനലക്ഷ്മിയും തമ്മിൽ കണ്ടുമുട്ടുകയാണ്. വരുണ് ധനലക്ഷ്മിയോട് പറയാണ്, ഏട്ടത്തി ഞാനൊരു കാര്യം പറയാം, കൃഷി രണ്ടും കൽപ്പിച്ചാണ്, ഞാനും രണ്ടും കൽപ്പിച്ച് തന്നെയാണ്. ഏത് രീതിയിലാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, അതൊക്കെ ഏട്ടത്തി കണ്ടുപിടിക്കേ. ഏത് രീതിയിലാണെങ്കിലും ശരി, തിങ്കളാഴ്ച കൺമണിയെ എനിക്ക് കിട്ടിയിരിക്കണം. നിങ്ങളെ കൊണ്ട് അതിന് പറ്റിയില്ലെങ്കിൽ 101 പവനും 10 ലക്ഷം രൂപയും എനിക്ക് തിരിച്ചു തന്നിരിക്കണം. എന്നിട്ട് കൂടെയും കൊടുക്കുകയും എടുത്തിട്ട് സ്ഥലം വിട്ടോ. പിന്നെ അടുത്ത ദിവസം മുതൽ അവിടെ താമസിക്കാൻ പോകുന്നത് ഞാനാണ്. എൻ്റെ വീട്ടിലാണല്ലോ ഇപ്പോൾ ആ വീട് എന്ന് വരുൺ ധനലക്ഷ്മിയോട് പറയുമ്പോൾ ധനലക്ഷ്മി വരുണിനോട് പറയാണ്, എൻ്റെ വരുൺ നീ അങ്ങനെയൊന്നും ചിന്തിക്കാതെ. മോൻ എന്താ പറഞ്ഞ, കൃഷി വധഭീഷണി മുഴക്കിയെന്നോ? നിന്നെ വധിക്കാൻ അവൻ ആരാണ്? അവൻ വധിക്കാൻ ഇങ്ങോട്ട് വരട്ടെ, അപ്പൊ നമുക്ക് കാണിച്ചു കൊടുക്കാം നമ്മുടെ കൈ എന്താ മാങ്ങ പറിക്കാൻ പോയിരിക്കുകയാണോ എന്ന് ധനലക്ഷ്മി വരുണിനോട് പറയാണ്. ഇത് കേൾക്കുന്ന സമയത്ത് വരുണിന് എല്ലാവരും തൻ്റെ കൂടെ തന്നെ സപ്പോർട്ടിനുണ്ട് എന്ന സന്തോഷവും കൺമണിയെ തനിക്ക് തന്നെ കിട്ടുമെന്നും വരുൺ ചിന്തിക്കുകയാണ്. ഇതോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.